PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല തരത്തിലുള്ള ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഫുൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ഓവറോൾ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. PSC സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തേക്കാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th പ്രിലിംസ് അതുപോലെ തന്നെ കേറ്ററ്റ് HSA ഒക്കെ തന്നെ ഗ്രൂപ്പുകൾ നമുക്കുണ്ട് കേട്ടോ. ഒക്കെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും 10th പ്രിലിംസിൻ്റെ പഠിക്കുന്നവരോ അതുപോലെ കേറ്ററ്റ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ഓർ സൈക്കോളജിക്ക് പഠിക്കുന്നവരോ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഓവറോൾ വ്യൂ നമുക്ക് നോക്കാം. മറക്കണ്ട, അതിൽ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ജോലിയിലേക്കുള്ള അവസരം ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഈ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ നോക്കാം. നിലവിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2026 ഏപ്രിൽ 12 തീരും. അപ്പോൾ നിലവിൽ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് എന്താണ്? 2026 ഏപ്രിൽ 12 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക. അതിനു മുൻപ് പുതിയ ലിസ്റ്റ് തയ്യാറാക്കാനാണ് PSCയുടെ ശ്രമം. മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിമിനറി പരീക്ഷയും ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിൽ മെയിൻ പരീക്ഷയും നടക്കും. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ എപ്പോഴാണ് നടക്കുക? പ്രിലിമിനറി പരീക്ഷ മെയ് ജൂലൈ കാലയളവിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിലും ഈ ഒരു പരീക്ഷയുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയും നടക്കുന്നതാണ്. അപേക്ഷിക്കേണ്ടത് അപ്പോൾ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കേണ്ടത് നിങ്ങൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് വരുന്നത് ജനുവരി 29 കേട്ടോ. ഈ മാസം 29 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അടിസ്ഥാന ശമ്പളം വരുന്നത് 39 മുതൽ 83 വരെയാണ്. 39 മുതൽ 83 വരെയാണ് അടിസ്ഥാന ശമ്പളം വരിക. ഇനി നിയമനം ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെ വകുപ്പുകളിലേക്കാണ് നിയമനം ലഭിക്കുക? അതിനു മുമ്പ് പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ നിയമനം ലഭിക്കുന്ന വകുപ്പുകൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള PSC അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സംസ്ഥാന ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷൻ ആൻഡ് ജഡ്ജ് ഓഫീസ്. ഇത്രയും ഓഫീസുകളിലാണ് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് വിജയിച്ച് കഴിഞ്ഞ നിയമനം ലഭിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിന് തെരഞ്ഞെടുപ്പ് വരുന്നത്? 3 ഘട്ടമാണ് വരുന്നത്. 3 ഘട്ട പ്രിലിമിനറി മെയിൻ പരീക്ഷകളും തുടർന്ന് ഇൻ്റർവ്യൂവും ഉണ്ട് കേട്ടോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് 3 ഘട്ടത്തിലാണ്. പ്രിലിമിനറി പരീക്ഷ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ പരീക്ഷകളുണ്ടാകും, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാകും. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വരിക. ഇനി പ്രിലിമിനറി ബിരുദം യോഗ്യതയുള്ള മറ്റു തസ്തികകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്കൊപ്പമാണ് 100 മാർക്കിൻ്റെ 100 ചോദ്യം, സമയം 75 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ബിരുദം യോഗ്യതയുള്ള മറ്റു തസ്തികകളോടൊപ്പമായിരിക്കും ഈ ഒരു പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ നടക്കുക. ഇനി പ്രിലിമിനറി പരീക്ഷ 100 മാർക്കിലായിരിക്കും, 75 മിനിറ്റ് ആയിരിക്കും സമയം. ഇനി മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളുള്ള രാവിലെ ഉച്ചയ്ക്ക് ശേഷം 2 പേപ്പറുകളിലായിട്ടായിരിക്കും നടക്കുക. അതായത് 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളുമായി രാവിലെയും ഉച്ചയ്ക്കുമായി 2 പേപ്പറുകളിലായിട്ടാണ് ഇതിൻ്റെ മെയിൻ പരീക്ഷ നടക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ 2 പേപ്പറുകളായിട്ട് നടക്കുന്നത്. ഇനി ഇൻ്റർവ്യൂ 20 മാർക്ക് പരീക്ഷകൾ മൾട്ടിപ്പിൾ ചോദ്യ മാതൃകയിൽ ശരി ഉത്തരത്തിന് 1 മാർക്കിന് തെറ്റിന് 1.25 മാർക്ക് കുറയും. അപ്പോൾ ഇൻ്റർവ്യൂ 20 മാർക്കിന് പരീക്ഷകളായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സിലുള്ള മാതൃകയിലായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ 3 ഘട്ടമായിരിക്കും പരീക്ഷ വരിക. മെയിൻ പരീക്ഷ ഉണ്ടാകും, പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, ഇൻ്റർവ്യൂ ഉണ്ടാകും. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ മറ്റുള്ള ഡിഗ്രി യോഗ്യതയോടുള്ള പ്രിലിമിനറി പരീക്ഷയുടെ കൂടിയായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പ്രിലിമിനറി പരീക്ഷ വരിക. പ്രിലിമിനറി പരീക്ഷ ജൂലൈ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. മെയിൻ പരീക്ഷ 2 പേപ്പർ, രാവിലെ ഒരു പേപ്പർ, ഉച്ച കഴിഞ്ഞ് മറ്റൊരു പേപ്പർ, അങ്ങനെ 2 പേപ്പറായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത്. അത് 100 മാർക്കിന് 75 മിനിറ്റുള്ള പരീക്ഷയായിരിക്കും നടക്കുക. അത് ഏത് മാസമാണ്? ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും മെയിൻ പരീക്ഷ നടക്കുക. പിന്നെ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി സ്റ്റഡി മെറ്റീരിയലുകൾ. ബിരുദതല പരീക്ഷകൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ സ്റ്റഡി മെറ്റീരിയലുകളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായി കാണാറുണ്ട്. ഇവ കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഹിസ്റ്ററി ബിപിൻ ചന്ദ്ര, കേരള ഹിസ്റ്ററി M ശ്രീധരമേനോൻ, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത്, ഇന്ത്യൻ ഇക്കോണമി ശങ്കർ ഗണേഷ് കറുപ്പയ്യ, വേൾഡ് ഹിസ്റ്ററി കൃഷ്ണ റെഡ്ഡി എന്നിവ റെഫറൻസ് പുസ്തകങ്ങളായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്റ്റഡി പ്ലാൻ
പ്രിലിമിനറി മെയിൻ ഒന്നാം പേപ്പർ. ബിരുദധാരികൾക്കുള്ള PSC പരീക്ഷകൾ എപ്പോഴും ഉയർന്ന നിലവാരം പുലർത്തുന്നതായിരിക്കും. മത്സരം കടുക്കുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുക മലയാളം, ഇംഗ്ലീഷ്, കണക്ക് വിഷയങ്ങളാണ്. അവിടെ പരമാവധി സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് കൂടുതൽ കടക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രിലിമിനറി മെയിൻ ഒന്നാം പേപ്പറിൻ്റെ സിലബസും ഏതാണ്ട് ഒരുപോലെയാണ്. പ്രിലിമിനറി പ്ലാൻ എന്ന് നോക്കാം. പ്രിലിമിനറി പ്ലസ് മെയിൻ ഒന്നാം പേപ്പർ. ബിരുദധാരികൾക്കുള്ള PSC പരീക്ഷകൾ എപ്പോഴും ഉയർന്ന നിലവാരം പുലർത്തുന്നതായിരിക്കും. മത്സരം കടുക്കുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുക മലയാളം, ഇംഗ്ലീഷ്, കണക്ക് വിഷയങ്ങളാണ്. അവിടെ പരമാവധി സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് കടുക്കുന്നതിൽ പാതി ജയിക്കും. പ്രിലിമിനറിയുടെ മെയിൻ പരീക്ഷ പേപ്പറിൻ്റെ സിലബസുകൾ ഏതാണ്ട് ഒരുപോലെയാണ്. പ്രിലിമിനറി മെയിൻ പരീക്ഷ കൂടി മുന്നിൽ കണ്ടുപഠിക്കുക. ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, കണക്ക്, മലയാളം എന്നിവയ്ക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് 10 മാർക്കും വീതവും 30 മാർക്കുമുണ്ട്. മെയിൻ പരീക്ഷ യഥാക്രമം 15, 13, 13 എന്നിങ്ങനെ 41 മാർക്കും. പ്രിലിമിനറി സയൻസ് ആൻഡ് ടെക്നോളജി 10 മാർക്കിനുമാണ്. മെയിനിൽ ഒന്നാം പേപ്പറിൽ ലൈഫ് സയൻസ്, ഫിസിക്കൽ, കെമിസ്ട്രി എന്നിങ്ങനെ 3 വിഷയത്തിൽ 7 മാർക്ക് വീതം ആകെ 21 മാർക്കും വരുന്നുണ്ട്. മെയിൻസിനും സയൻസ് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നൽകാം. പ്രധാന വിഷയങ്ങൾക്ക് ദിവസവും നിശ്ചിത സമയം മാറ്റിവെക്കാം. ഈ രണ്ടാം പേപ്പർ രണ്ടാം ഘട്ടത്തിൽ. മെയിൻ രണ്ടാം പേപ്പർ ഉയർന്ന നിലവാരത്തിലുള്ളതിനാൽ കടുത്ത പരിശീലനം വേണം. പ്രിലിമിനറി പാസ്സായ ശേഷം മാത്രം പഠനം തുടങ്ങിയാൽ മതി. പ്രിലിമിനറിക്ക് ഘടന പഠിക്കുന്നുണ്ടെങ്കിലും മെയിൻ പരീക്ഷ രണ്ടാം പേപ്പർ കൂടുതൽ ആഴത്തിൽ പഠിക്കണം. മാനേജ്മെൻറ്റ് 10 മാർക്ക്, അഡ്മിനിസ്ട്രേഷൻ 10, കേരള സമ്പദ് വ്യവസ്ഥ 15, പരിസ്ഥിതി 10, കേരള മോഡേൺ വികസനം 15, ദുരന്ത നിവാരണം 10 എന്നീ അധിക വിഷയങ്ങൾ പ്രിലിമിനറിക്ക് ശേഷം ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാം പേപ്പർ ഫസ്റ്റ് പ്രിലിമിനറി പാസ്സായ ശേഷം പഠിക്കാനാണ് ഇതിലത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി മൻസൂർ അലി സാറിൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. PSC പരീക്ഷ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ മറക്കേണ്ട. ആ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.